അസ്സലാമലൈക്കും. ഇതൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് വീഡിയോയിൽ വരികയാണ്. അപ്പം ഞാൻ ഇന്ന് എന്ത് വിചാരിച്ചു വെച്ചിട്ടാണ്, എൻ്റെ മാന്തളം നാരങ്ങ കിട്ടി. അപ്പോൾ അതുകൊണ്ടൊന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊന്ന് എടുത്തതാണ്. ഇപ്പോൾ ഓരോ തിരക്ക് കാരണം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ തൊലി ഇതിൻ്റെ വെള്ളം ഫുള്ള് കളഞ്ഞെടുക്കണം. ഈ ചോറ് മൊത്തം കളഞ്ഞെടുക്കണം. അപ്പോൾ ഇത് മുകളിലത്തെ വെള്ളപ്പാട ഫുള്ള് കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അച്ചാർ കഴിക്കും. ഞാനൊരു പ്രാവശ്യത്തിൽ ഇങ്ങോട്ടിട്ട് കഴിച്ചിട്ട് ഞാൻ അച്ചാർ ഒഴിവാക്കി. അപ്പോൾ ഈ വെള്ളം വിടാൻ പറ്റൂല. അത് തിളക്കും തോറും കയ്പ്പ് കൂടി വരും, വേവും തോറും. അപ്പോൾ ഞാൻ ഈ നുറുക്കി വെച്ചതാണിത്. അപ്പോൾ ഇതിലൊക്കെ വെട്ടുക്കണത്, അതൊക്കെ ഇന്ന് എടുത്ത് ഒഴിവാക്കണഞ്ഞ്. അത് 3 നാരങ്ങയാണിത്. അപ്പോൾ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഈ ചട്ടിയിലേക്ക് അതിനെ കുറച്ച് എണ്ണയും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ട് ശേഷം ഈ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടി വരണം. അപ്പോൾ ഇത് കടുകൊക്കെ നല്ലവണ്ണം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിക്കതിനെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് അതിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത് രണ്ടും ഇതിക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇതിന്ന് കോരി മാറ്റണമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിക്ക് ഇങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ പച്ചമുളകാണ്, അതുപോലെ ഇതിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം ഇനി ഇതിക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ 2 കറിവേപ്പിലയും പാടെ ഇതിക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ തീ ഓഫാക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് പോകും. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് എങ്ങനെ സുർക്ക ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സുർക്ക തിളപ്പിച്ചാൽ സുർക്കയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് നല്ല തിളച്ച വെള്ളം പാരകട്ടില്ലേ, പക്ഷേ ഇത് നാന്തളനാരം കുറച്ച് മധുരം വന്നിക്കണം, അതുകൊണ്ട് ഞാൻ ഒഴിക്കണില്ല. സുർക്ക മാത്രമേ ഒഴിക്കണുള്ളൂ. അല്ലെങ്കിൽ നല്ലോണം വെട്ടി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്താൽ മതി. ഈ മാന്തളനാരങ്ങയൊക്കെ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ വെറും സുർക്ക ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആയി ഒത്തിക്കേക്ക് ഇനി ഇതിക്കാണ് ഞാൻ അടുത്ത ഉലുവയും കടുവും പാടെ പൊടിച്ചത്, അതും പാടെ ഇതിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ഇതിക്കാനെ കൂടിപ്പോയത്, കൂടിപ്പോയാൽ കഴിച്ചും. ഉലുവ 2 മണി ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ വറുത്ത് പൊടിച്ചാൽ മതി. ഇങ്ങനെ 1/2 ടീസ്പൂൺ അതിൽ ഏറിപ്പോവരുത്. അത് ഞാൻ 3 നാരങ്ങ ഉണ്ടായതുകൊണ്ടാണ് അത്ര എടുത്തിരിക്കുന്നത്. എനിക്ക് 4 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചാര വേണമെന്നില്ല, ഒരാഴ്ച ശർക്കര ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി.
ഇനി അടുത്തതിക്ക് ഇങ്ങനെ കുറച്ചും കൂടി സുറുക്ക ഒഴിച്ചെടുക്കുന്നുണ്ട്. സുറുക്ക പോരാൻ തോന്നുന്നു. ഇപ്പോൾ ഇത് ഇനി ഇതിക്കേനെ ഞാൻ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത്രയും മതി. ഇനി ഞാൻ ഇതിക്ക് എങ്ങനെ അരിഞ്ഞ് വെച്ച നാരങ്ങ ഇതിക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതിക്കാനെ ഞാൻ ഈ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നല്ല ഇളക്കി കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ തൊലി പെടാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നല്ല കയ്പ്പ് വരും. ഇത് വേവും തോറും ആ തൊലി പെട്ട കയ്പ്പ് കൂടും. അച്ചാർ ഇരിക്കും തോറും വേവും തോറല്ല, അച്ചാർ ഇരിക്കും തോറും കയ്പ്പ് കൂടും ചെയ്യാൻ തൊലി പെട്ടാൽ. അപ്പോൾ അത് ഞാൻ ഇതൊന്നും കൂടി തിളപ്പിക്കുന്നുണ്ട്, ഒന്നും കൂടി വേവിക്കുന്നുണ്ട്. എന്നിട്ടാണിത് ഗ്യാസ് ഓഫ് ആക്കണത്. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ കുപ്പിക്കതിന് ചൂടാറിൻ്റെ ശേഷം കുപ്പിക്കനത് ആക്കി വെക്കുകയാണ്. ഇതിപ്പോൾ തന്നെ എടുക്കുക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ ഒന്നും കൂടിയും അച്ചാർ നന്നായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നമ്മളെ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യാൻ